ഈ ചോറുണ്ടെന്ന് വെച്ചാൽ എന്താ ജാനിക്കുട്ടി? അതോ, ചോറുണ്ടെന്ന് വെച്ചാൽ ചോറും സാമ്പാറും തൈരും പപ്പടവും എല്ലാം കൂടെ കുഴച്ചുരുട്ടി സൂര്യമുൾക്ക് തിന്നാൻ കൊടുക്കും. അതാ. അതിനാണോ ഗുരുവായൂർ പോന്നേ? ഇവിടെ കിട്ടില്ലേ ചോറും പരിപ്പും പപ്പടവും? എനിക്കല്ല, സൂര്യമുൾക്ക. അവിടുത്തെ ചോറാ അവൾക്ക് ഇഷ്ടം. ആണോ? എന്നും അവിടെ കൊണ്ടുപോവോ ചോറുണ്ണാൻ? എന്നും വേണ്ട, ഒരു പ്രാവശ്യം. ഈ ജാനകി ചുമ്മാ പറയുന്നതായിരിക്കും. ചുമ്മാതല്ല, സത്യം. ഞങ്ങള് നാളെ പോയിട്ട് വരുമ്പോ പറയാമേ. ആന്റി, ചോറൂണെന്ന് വെച്ചാ എന്താ ആന്റി? എന്തിനും പറഞ്ഞിട്ട്? സൂര്യമോളെ ഗുരുവായൂർ കൊണ്ടുവന്നില്ലേ ചോറൂണിന്? കൊണ്ടുവന്നുണ്ട്. എന്താ? ചോറൂണെന്ന് വെച്ചാൽ ചോറൂണെന്ന് വെച്ചാ കൊറേ ചോറ് സാമ്പാറും കൂട്ടിക്കുഴച്ച് വയറ് നിറയെ തിന്നും. നീ എന്നും ചെയ്യുന്ന മാതിരി. സുനിതേ, എന്താ ചേട്ടാ? കുഞ്ഞുങ്ങൾ ഓരോ സംശയം വന്ന് ചോദിക്കുമ്പോ ഇങ്ങനെയാണോ നീ മറുപടി പറയുന്നത്? എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു. ഇതാണോ നീ പഠിച്ചു വെച്ചിരിക്കുന്നത് തർക്കുത്തരം? ഇതാരാ നിന്നെ പഠിപ്പിച്ചത്? നിന്റെ അമ്മയോ ചേച്ചിയോ? മോളിങ് വാ, അച്ഛൻ പറഞ്ഞു തരാലോ. വാ. അതായത് ചോറൂണെന്ന് വെച്ചാ നമ്മൾ ഇതുവരെ സൂര്യമോൾക്ക് ചോറ് കൊടുത്തിട്ടില്ലല്ലോ. ആദ്യമായിട്ട് സൂര്യമോൾക്ക് ചോറ് കൊടുക്കാൻ പോവാ. അപ്പോ അത് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വെച്ചു. അവിടെ ചെന്ന് ഭഗവാനെ തൊഴുത് സൂര്യമോൾക്ക് നല്ലത് വരുത്തണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും. എന്നിട്ട് അമ്പലത്തിൽ നിന്ന് തരുന്ന നിവേദ്യച്ചോറ്, അതായത് പടച്ചോറെന്ന് പറയും. എന്തു പറയും? പടച്ചോറ്. ഒരു നാക്കിലേ, അതായത് നമ്മൾ ഓണത്തിനൊക്കെ ചോറുണ്ടെന്ന ഇലയില്ലേ, അതിനകത്ത് ചോറ് വിളമ്പും. ഇത്തിരി പായസവും പഴവും ഉപ്പും പൂവും ഒക്കെ ഇലയിൽ വിളമ്പി വെക്കും. എന്നിട്ട് അച്ഛൻ കൊളുത്തി വച്ചൊരു നിലവിളക്കിന്റെ മുമ്പിൽ ഇരുന്നിട്ട് സൂര്യമോളെടുത്ത് ഇങ്ങനെ മടിയിൽ വെക്കും. എന്നിട്ട് ഇത്തിരി ചോറ് കുഴച്ച് സൂര്യമോളുടെ നാവിലിങ്ങനെ വച്ചു കൊടുക്കും. അതാണ് ചോറൂണ്. ഇപ്പൊ മനസ്സിലായോ മോൾക്ക്? മനസ്സിലായി. ഗുരുവായൂർ ചോറൂണ് എന്നെയും കൊണ്ടുപോയെന്നോ അച്ഛാ? ഞാൻ കുഞ്ഞായിരുന്നപ്പം. പിന്നെ ജാനിമോളെ കൊണ്ടുപോവാതിരിക്കുവോ? സൂര്യമോളുടെ ചോറൂണ് എന്നെയും കൊണ്ടുപോവാ അച്ഛാ ഗുരുവായൂര്? പിന്നെ എന്റെ ജാനിമോളില്ലാതെ ഗുരുവായൂർ പോകാനോ? കൊള്ളാം. ഹായ് ഹായ് ഹായ്. അടങ്ങി നിൽക്കും മോളെ, തല നന്നായിട്ട് തുവർത്തിട്ടെ. ചേച്ചി വരുന്നുണ്ടോ ഗുരുവായൂർക്ക്? ഓ, എന്നെ ആര് കൊണ്ടുപോവാനാ? ഞാൻ കൊണ്ടുപോവാ. അച്ഛനോട് പറയട്ടെ ലീല ചേച്ചിയെ കൊണ്ടുപോവാന്ന്.
ഓ എന്നാലും എന്നെ കൊണ്ടുപോവില്ല മോളെ. വീട് നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ആന്റി ആന്റി ഞങ്ങള് ഗുരുവായൂർ പോവാ കുഞ്ഞാവേം കൊണ്ട്. ആ ചോറൂണിനാ ആ യോ ആന്റിക്ക് അറിയാലോ. പോയിട്ട് വാ. അതെങ്ങനെ ആന്റി അറിഞ്ഞേ? അതാരാ ചേച്ചി? ദോ ആ വീട്ടിലെ ആന്റിയാ. വാ, ഉടുപ്പിടണ്ടേ? ആ കണ്ണെഴുതി പൊട്ടുവിടണ്ടേ? ആ വേണം. മുടി ചീകി മുഖത്ത് പൗഡറൊക്കെ ഇടണ്ടേ? ആ വേണം വേണം. ആ ഇറ. നിങ്ങൾക്ക് അവിടുന്ന് കാറി പോന്നൂടായിരുന്നു ചന്ദ്രേട്ടാ. ഓ വെറുതെ എന്തിനാ പെട്രോൾ കത്തിക്കുന്നേ? കരുനാഗപ്പള്ളി ചേർത്തല ഫാസ്റ്റ് ഇടവിട്ടുണ്ടല്ലോ. ഒന്നും കൊണ്ടുവന്നില്ലേ അമ്മേ? പിന്നെ രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ചന്ദ്രനെയും പ്രീതയും. പ്രീത ചേച്ചി എവിടെ? ഇറങ്ങുന്നതേ ഉള്ളൂ. ഇറങ്ങി വാ ചേച്ചി, അതൊക്കെ പിന്നെ എടുക്കാന്നേ. വെറും കൈയോടെ ഒരു വീട്ടിലേക്ക് കയറി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാ. ഓ ഒരു ഫോർമാലിറ്റി. എന്തൊക്കെയുണ്ട് ഓരോരോ സഞ്ചികളിൽ? കൊറേ പലഹാരങ്ങള് അമ്മ ഒരാഴ്ച കൊണ്ട് മെനക്കെട്ടിരുന്നുണ്ടാക്കിയതാ. ആ ചന്ദ്രേട്ടൻ വാ. ആ എന്തു അടി ഇവിടെ തീറ്റി? നീ അങ്ങ് നന്നായല്ലോ. പിള്ളേർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സിർലാക്കും ബോൺവിറ്റൊക്കെ ഇവളല്ലേ തട്ടുന്നേ. അയ്യോടി ഒരു തമാശ. വാ. മോളെ ഇതൊന്ന് പിടിച്ചേ. മോളെന്തിയടി? ആര്? ജാനിക്കുട്ടിയോ? ഞാനിക്കുട്ടി അതിനെ ഇതുവരെ കളഞ്ഞില്ലേ? ഞാൻ സൂര്യമോടെ കാര്യ ചോദിച്ചേ. വാ. വസുമതി അമ്മ വന്നില്ലേ വിജയ? അമ്മ തൃപ്പൂണിത്തുറയില ചേച്ചിയുടെ അടുത്ത്. അവരെല്ലാരും കൂടി ചേച്ചിയുടെ കാറിൽ നേരെ ഗുരുവായൂർക്ക് പോവും നാളെ രാവിലെ. അവിടെ വെച്ച് കാണാന്നാ പറഞ്ഞത്. സരളേച്ചി ശ്യാമളേച്ചിയും വരുന്നില്ലേ അമ്മേ ഗുരുവായൂർക്ക്? സരള മദ്രാസിലല്ലേ, അവള് വരില്ല. ശ്യാമള തൃശ്ശൂരായതുകൊണ്ട് എളുപ്പമാ. 1 മണിക്കൂറിന്റെ യാത്രയല്ലേ ഉള്ളൂ ഗുരുവായൂരത്ത്. ഞങ്ങൾ ഇവിടെ എല്ലാരെയും പ്രതീക്ഷിച്ച് കുറെ ഫുഡ് ഓർഡർ ചെയ്തതാ. ഒക്കെ വെറുതെ ആയി. രാവിലെ എപ്പോഴാ പുറപ്പെടേണ്ടത്? അതിരാവിലെ പോകുന്നതാ നല്ലത്. ഒരു 10 മണിക്ക് മുമ്പേ ഗുരുവായൂരെത്തണം. അപ്പോഴേക്കും ഭയങ്കര തിരക്കാവും. വെളുപ്പിനൊരു 5 മണിക്ക് പുറപ്പെട്ട ഒരു 9-9:30 ആകുമ്പോഴേക്ക് എത്താം. ആ അതാ നല്ലത്. വെളുപ്പിനെ പോകേണ്ടതുകൊണ്ട് ലീലയെ ഞങ്ങളിന്ന് വീട്ടിൽ പോലും വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുക. നാളെ എനിക്ക് വീട്ടിൽ പോണം. രാത്രിക്ക് മുമ്പ് നിങ്ങൾ തിരിച്ചു വരുമല്ലോ അല്ലേ? വൈകിട്ട് 5 മണിക്ക് മുമ്പ് നമ്മൾ തിരിച്ചെത്തും അല്ലേ ചന്ദ്രേട്ടാ? അത്രയ്ക്കൊന്നും വേണ്ടി വരില്ല നീ. ഉച്ചയ്ക്ക് ഒരു 12-ന് അവിടെ നിന്ന് പോന്നാ 4-4:30 ഇവിടെ എത്താൻ പറ്റും. രാവിലെ 4 മണിക്കെങ്കിലും എഴുന്നേക്കണം, എങ്കിലേ 5 മണിക്ക് പുറപ്പെടാൻ പറ്റൂ. അയ്യോ എന്നെ ആരും വിളിച്ചേക്കല്ലേ. എനിക്ക് വയ്യ 4 മണിക്ക് എണീക്കാനും അത്രയും ദൂരം ചുമ്മാ യാത്ര ചെയ്യാനും. നിനക്കൂടി വന്നാലെന്താ? എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങണം. അയ്യോ മോളുണർന്നു, ഞാനൊന്ന് ചെല്ലട്ടെ. ആ അച്ഛാ
എന്താ ജാനിക്കുട്ടി, നീ ഉറങ്ങിയില്ലേ? കാറിലാണോ അച്ഛൻ നമ്മൾ ഗുരുവായൂർ പോണേ? ആ അതെ. ഹായ്. ആ ഹായ് ഹായ് ഹായ്. ഓ, ഞാൻ ഏത് ഉടുപ്പാണോ ഇടാണ്ടേ? മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉടുപ്പിട്ടോ. ഫോട്ടോ എടുക്കുക അച്ഛാ? പിന്നെ നമ്മുടെ സൂര്യമോളുടെ ചോറൂണിന്റെ ഫോട്ടോ എടുക്കാതിരിക്കോ? എന്റെ ഫോട്ടോ എടുക്കോ? കൊള്ള. ജാനിമോളുടെ 3 ഫോട്ടോ എടുക്കും. 3 ഫോട്ടോയോ? അതെന്തിനാ അച്ഛാ? ആ, ഒരു ഫോട്ടോ ജ, രണ്ടാമത്തെ ഫോട്ടോ ന, മൂന്നാമത്തെ ഫോട്ടോ കീ, ജാനകി. എങ്കിലല്ലേ ജാനകി മുഴുവനാകത്തുള്ളൂ, അല്ലേ? സന്തോഷായോ? ആ, എന്നാ എന്റെ മോള് പോയി കിടന്നുറങ്ങിക്കും. രാവിലെ എഴുന്നേക്കണ്ടേ? ചെല്ലേ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഞാനും പോവല്ലോ ഗുരുവായൂര് കാറില്. അച്ഛൻ പറഞ്ഞല്ലോ കൊണ്ടുപോവാന്ന്. രാവിലെ പോവും. നമുക്ക് ഒന്നിച്ചു പോവാട്ടോ. ഞാൻ കൊണ്ടുപോവാമേ. എന്റെ മടിയിരുന്നോണം. വഴക്കുണ്ടാക്കരുതേ. ഫോട്ടോ എടുക്കാട്ടോ. 3 ഫോട്ടോ. നിന്റെ 3 ഫോട്ടോ എടുക്കാട്ടോ. അച്ഛനോട് പറയാമേ. രാവിലെ എണീക്കണ്ടേ? ആ, താ മോളെ, ഞാൻ ഭംഗിയായിട്ട് ചെയ്തരാം. ഇനി എന്തെല്ലാം ചെയ്യാനുണ്ട്? അതെന്തൊക്കെയാ? കണ്ണെഴുതണം, പൊട്ടുതൊടണം, ക്യൂട്ടസ് ഇടണം, സ്പ്രേ അടിക്കണം. ആഹാ, സ്പ്രേയും ഉണ്ടോ? മുല്ലപ്പൂവിന്റെ മണമുള്ള സ്പ്രേയാ. ഇനിയും ചിലതൊക്കെ മറന്നു. അതെന്താ ലീല ചേച്ചി? കയ്യില് വളയൊക്കെ ഇടണ്ടേ? അയ്യോ ശരിയാ, ഞാൻ മറന്നുപോയി. കഷ്ടം. കഷ്ടം. ഇപ്പൊ നല്ല സുന്ദരി കുട്ടിയായി. ആണോ? നോക്കട്ടെ.
ഞാൻ വരുന്നില്ല. എന്നെ കൊണ്ടുപോകണില്ലല്ലോ ഗുരുവായൂർക്ക്. ശരിയാണല്ലോ, ലീല ചേച്ചി മാത്രം ഒറ്റയ്ക്ക് അല്ലേ? സാരമില്ല, അവിടെ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പ്രാർത്ഥിക്കണോ? കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ പെട്ടെന്ന് കേൾക്കും. അത്രയ്ക്ക് ഇഷ്ടമാ കുഞ്ഞുങ്ങളെ. എന്താ ജാനിമോള് പ്രാർത്ഥിക്കുന്നേ? ലീല ചേച്ചിയെ ഒത്തിരി പൈസ കിട്ടുന്നേന്ന് അല്ലേ? അതും വേണം. ലീല ചേച്ചിക്ക് നല്ല സന്തോഷം കൊടുക്കണേ, സങ്കടമൊന്നും വരുത്തല്ലേ ഭഗവാനേന്ന്. ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ. നീ ഇതുവരെ റെഡിയായില്ലേ രത്നം? ഇപ്പൊ റെഡിയാവും. ദേ അവിടെ എല്ലാരും പോകാൻ ഇറങ്ങി നിൽക്കുവാ. മോളെന്തിയമ്മേ? പ്രീതയുടെ കയ്യില. ഇവളെന്താ അമ്മേ നമ്മുടെ കൂടെ വരാത്തെ? നീ വരുന്നില്ലോടെ ഗുരുവായൂർക്ക്? ഓ എനിക്കെങ്ങും വയ്യ. കാറിൽ വെറുതെ ഇരിക്കാനാണോ നിനക്ക് വയ്യാത്തെ? അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര തന്നെ യാത്ര. അതുകൊണ്ട് എന്താ മെച്ചം? ടൂറൊന്നും അല്ലല്ലോ. രത്നമ്മേ, ജാനിയെ കൊണ്ടുപോകുന്നുണ്ടോടി? അവൾ ഇന്നലെ മുതൽക്ക് ഗുരുവായൂർ ഗുരുവായൂരെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുക. അവളെ കൊണ്ടുപോകണ്ട. സൂര്യമോളാ നിന്റെ ശരിക്കുള്ള മോളെന്ന് എല്ലാവർക്കും അറിയാം. ജാനി കൂടെ വന്നാ അവളെ ചൂണ്ടി ഇത് ആരുടെ മോളാ എന്നൊക്കെ ചോദ്യം വരും. നമ്മൾ ഇതിനൊക്കെ മറുപടി പറയാൻ നിൽക്കണ്ടേ? ആരാ ചോദിക്കാനുള്ളത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ജാനിയെ ഞങ്ങൾ ദത്തെടുത്താണെന്ന്. എടീ, മാവേലിക്കരയെന്നും പത്തനംതിട്ടയെന്നും ഒക്കെ വിജയന്റെ സഹോദരിമാര് വരുന്നുണ്ട്. തൃപ്പൂണിത്തറയെന്ന് നമ്മുടെ സരള മക്കളും വരുന്നുണ്ട്. ശ്യാമളയ്ക്ക് മാത്രമേ വരാൻ പറ്റാതെ ഉള്ളൂ. വരുന്നവരുടെ എല്ലാം മുന്നിലെ ജാനകി എഴുന്നള്ളിച്ചോണ്ട് നടക്കണ്ടേ? അവളാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മേ അച്ഛാ എന്ന് നിങ്ങളെ രണ്ടുപേരെയും വിളിക്കും. എനിക്കത് കേൾക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ വിരൽ മുതൽ പെരുത്ത് കയറി വരും. അവളെ കൊണ്ടുപോകണ്ടല്ലേ? പിന്നെ അല്ലാതെ വേറെ ജോലിയില്ലേ? വിജയേട്ടനോട് എന്തു പറയും? കാറിനകത്ത് എല്ലാവർക്കും കൂടി സ്ഥലമില്ലെന്ന് പറയണം. അവള് കൊച്ചല്ലേ, ഇത്തിരി സ്ഥലം മതിയല്ലോ എന്ന് പറഞ്ഞ് വിജയേട്ടൻ കയറ്റിയിരുത്തും. എടേ, നീയും കൂടെ വേഗം പോകാൻ ഒരുങ്ങിക്കോ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ അമ്മേ? നീയും കൂടി വരണം, എന്നാലേ ജാനിയെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റൂ. നീയും കൂടെ വരുന്നുണ്ടെങ്കിൽ കാറിനകത്ത് പിന്നെ ഒട്ടും സ്ഥലം മിച്ചം കാണില്ല. ഞാൻ ഛർദിക്കും. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ തിങ്ങി ഇറങ്ങി യാത്ര ചെയ്യുന്ന. ആ, ഒരു ചെറുനാരങ്ങ കയ്യിൽ വെച്ചാ മതി. ഛർദിക്കണമെന്ന് തോന്നുമ്പോ അത് മൂക്കിന് നേരെ പിടിച്ച് ഞെക്കി മണപ്പിച്ചാ മതി. വേണ്ടമ്മേ, ഞാൻ വരുന്നില്ല. പെടേ, പറയുന്ന അനുസരിക്ക്, വേഗം പോയി റെഡിയാക. ഇല്ലെങ്കിൽ ആ കോയിന്നൻകുട്ടിയുടെ മോളെ കാറിനകത്ത് കയറി ഞെളിഞ്ഞിരിക്കും. കുറെ നേരമായിട്ട് തുള്ളിക്കൊണ്ട് നടക്കുന്നു, ഞാൻ ഗുരുവായൂർക്ക് പോവാ എന്നും പറഞ്ഞ്. അങ്ങനെ ഇപ്പം അവള് ഗുരുവായൂർക്ക് എഴുന്നള്ളണ്ട. അതിന് എന്നെയാണോ ബലിയേടാക്കുന്നേ? വേറെ എന്തെങ്കിലും മാർഗം നോക്കണോ അമ്മ? നിന്നോടല്ലടി പറഞ്ഞു പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ. എനിക്ക് വയ്യ, ഈ അമ്മയെ കൊണ്ട് തോറ്റു. ഇനി എനിക്കൊന്ന് കാണണം ജാനി എഴുന്നള്ളിച്ചോണ്ട് പോകുന്നത്. അത്രയ്ക്ക് കൊള്ളത്തില്ലല്ലോ. വേഗം വന്ന് കാറി കയറ്. മണി 5:30 ഇപ്പൊ നേരം വെളുക്കും. 5 മണിക്ക് പുറപ്പെടണമെന്ന് പറഞ്ഞതാ. 10 മണിക്ക് മുമ്പെങ്കിലും ഗുരുവായൂരെത്തണ്ടേ? നിക്ക് മോളെ, നിക്കേ, ഓടല്ലേ മോളെ. ജാനിയെ കൊണ്ടുവന്നുണ്ടോടി? എന്താവശ്യത്തിന്? ആര് പറഞ്ഞിട്ടല്ലേ നീ ജാനി ഒരുക്കിയത്?
മരുമോള് പറഞ്ഞു പോണുണ്ടെന്ന്. അവളാണ് തീരുമാനിക്കുന്നേ.